ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്നാസ് കോർണർ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരവുമായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നമുക്ക് മലയാളികൾക്ക് പ്രിയപ്പെട്ട നമ്മുടെ ചക്ക ഉപയോഗിച്ചിട്ടുള്ള ചക്ക ഉണ്ണിയപ്പമാണ് തയ്യാറാക്കുന്നത്. ഇതിന് നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ പാത്രം ഒന്നും വേണ്ട. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുരുവും ചകണിയും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്ക ഏകദേശം 1 കിലോയോളം വരും. ഞാൻ വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. കൂഴച്ചക്കയുള്ളവർ അതാണെങ്കിൽ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. അതിന് മധുരത്തിന് ആവശ്യത്തിനത്ര, ഓരോരുത്തരുടെ ചക്കയുടെ മധുരത്തിന് അനുസരിച്ച് വേണം നമ്മൾ ശർക്കര ചേർത്തോട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരഞ്ഞു വന്നിട്ടുണ്ട്. അതിലോട്ട് കുതിർത്ത് വച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കുതിർക്കാത്ത പച്ചരി, അത് കുറച്ചൊരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നു. 1 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. ഏലക്ക, ജീരകത്തിന്റെ പൊടി ചേർക്കുന്നു. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും ചേർക്കുന്നു. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നു. ഈ പരുവത്തിലാണ് എനിക്ക് അരച്ചിട്ടേക്കുന്നത്. അപ്പം നല്ല ബോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവർക്കറിയാം, നല്ല തിക്കായിട്ടിരിക്കും. ചിലരുടെ ചക്ക ഓരോ സീസൺ അനുസരിച്ചിട്ട് ഇത്തിരി ലൂസായിട്ടായിരിക്കും. വെള്ളം കൂടുതലുള്ള ചക്കയാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് കിട്ടും. അപ്പം അങ്ങനെയുള്ളവർ ഈ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കിയിട്ട് ഇങ്ങനെ സ്പൂണിലൊന്ന് ഇറ്റിച്ച് നോക്കണം. എന്നിട്ട് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഇത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമുക്ക് ചൂടായി വരുന്ന പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചൂടായി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുത്ത് നോക്കാം. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി വരുന്ന ഈ ചക്കയുടെ ബാറ്റർ ഇതിലേക്ക് ഒന്നിനെ തൊടാതെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, കയ്യിലൊന്നും എണ്ണ തെറിക്കാതെ സൂക്ഷിച്ചു കൊടുക്കുക. കയ്യിൽ എണ്ണ വീഴുന്ന പേടിയുള്ളവർ പിടിക്ക് നീളമുള്ള സ്പൂൺ എടുക്കുക. വേറൊരു സ്പൂണും കൊണ്ട് ചെറുതായിട്ട് വടിച്ചിട്ട് കൊടുക്കുക. ഇത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് വരും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ അതിൽ കുറച്ച് നെയ്യിൽ തേങ്ങ കൊത്ത് ഇട്ട് മൂപ്പിച്ചിട്ട് ഇതിനകത്ത് ഒന്ന് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മുടെ മലയാളികൾക്കൊക്കെ ഒരു എന്താ പറയുന്നത്, ചക്ക എന്ന് പറഞ്ഞൊരു വികാരം തന്നെയാണ്. എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്നതാണ്. പിന്നെ മറുനാട്ടിലുള്ളവർക്കും ഇത് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഇത് എപ്പോഴും തീ ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ചക്ക കൊണ്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനമല്ലേ. നമ്മളെപ്പോഴും ഈ ചക്കപ്പുഴുക്കും ഇതൊക്കെ മാത്രം കഴിച്ചാൽ മതിയോ? അപ്പോൾ ഇതിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് കണ്ടോ, ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക. നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചായയുടെ കൂടെയൊക്കെ 4 മണിക്ക് എല്ലാവരുടെ സൊറയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അന്നാസ് കോർണർ. ടേക്ക് കെയർ. ബൈ ബൈ.